എല്ലാ കൂട്ടുകാർക്കും ചിത്രാസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഫാമിലി ട്രീ എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ്. ഫാമിലി ട്രീ എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിലെ എല്ലാവരുടെയും, നമ്മുടെ പൂർവികരുടെയും, നമ്മുടെ പിന്മുറക്കാരുടെയും എല്ലാം ചേർന്ന ഒരു വിവരസംഗ്രഹമാണ്. ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഐഫോൺ പ്ലേ സ്റ്റോർ ഇല്ലെങ്കിൽ ആൻഡ്രോയിഡ് ആപ്പ് വഴി മൊബൈലിൽ ഒരു ഫാമിലി ട്രീ എങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു ഫാമിലി ട്രീ തുറന്ന് അതിലെ വിവരങ്ങൾ കണ്ട് മനസ്സിലാക്കാം എന്നുള്ളതാണ്. നമ്മൾ ഫാമിലി ട്രീ ഉണ്ടാക്കാനോ കാണാനോ പോകുന്നത് ഫാമിലി ജം എന്നൊരു ആപ്പിൽ കൂടിയാണ്. അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് ഗൂഗിൾ ആപ്പ് സ്റ്റോറോ ആപ്പിൾ പ്ലേ സ്റ്റോറിലോ പോയി ഫാമിലി ജം എന്ന കീവേഡ് സെർച്ച് ചെയ്യുക. പിന്നീട് അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം അത് ഓപ്പൺ ചെയ്യുക. ഫാമിലി ജം ആപ്പ് തുറന്നു കഴിയുമ്പോൾ ഏതാണ്ട് ഇങ്ങനെ ഇരിക്കും, സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ. താഴെ റൈറ്റ് സൈഡിൽ ഉള്ള പ്ലസ് സിമ്പൽ ശ്രദ്ധിക്കുക. ഒരു പുതിയ ഫാമിലി ട്രീ തുടങ്ങാൻ പ്ലസ് സിമ്പൽ അമർത്തുക. സ്റ്റാർട്ട് ആൻഡ് എംപ്റ്റി ട്രീ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അനുയോജ്യമായ ഒരു ടൈറ്റിൽ അല്ലെങ്കിൽ പേര് കൊടുക്കുക. ഉദാഹരണത്തിന് നമ്മൾ ഇന്ദ്രൻ ഫാമിലി എന്ന ഒരു ട്രീ തുടങ്ങാൻ പോകുകയാണ്. പേര് കൊടുത്ത് ഒരു പുതിയ ട്രീ തുടങ്ങിക്കഴിയുമ്പോൾ അത് മെയിൻ സ്ക്രീനിൽ വരുന്നത് കാണാം. ആ ട്രീ സെലക്ട് ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ അമർത്തുമ്പോൾ അതിനുള്ളിലെ ആദ്യ എംപ്റ്റി സ്ക്രീൻ എത്തുന്നതാണ്. അടുത്തത് പ്ലസ് സൈൻ അമക്കി ആദ്യത്തെ ആളെ ആഡ് ചെയ്യുക. ഉദാഹരണത്തിന് നമുക്ക് ദേവേന്ദ്രൻ എന്ന പേര് കൊടുക്കാം. മെയിലോ ഫീമെയിലോ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. പിന്നീട് ഡേറ്റ് ഓഫ് ബർത്ത് ആഡ് ചെയ്യാവുന്നതാണ്. ഈ ഉദാഹരണത്തിൽ നമുക്ക് 1000 BC എന്ന് സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞാൽ ബാക്ക് ബട്ടൺ അടിച്ച് തിരിച്ച് ദേവേന്ദ്രൻ എന്ന വ്യക്തിയുടെ മെയിൻ സ്ക്രീനിൽ എത്താവുന്നതാണ്. ആ വ്യക്തിയുടെ പേരിൽ ഷോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള മെനു ഓപ്ഷൻസിലേക്ക് പോകാൻ പറ്റും. ലോങ് പ്രസ് ചെയ്താൽ അല്ലെങ്കിൽ അമർത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്നത് പോലെ ഒരു മെനു ഓപ്ഷൻ കിട്ടും. പുതിയ ഒരു ആളെ ആഡ് ചെയ്യാൻ ലിങ്ക് ന്യൂ പേഴ്സൺ എന്ന ഓപ്ഷൻ അമർത്തുക. തുടർന്ന് അനുയോജ്യമായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഉദാഹരണത്തിന് ഭാര്യയോ ഭർത്താവോ ആണെങ്കിൽ പാർട്ട്ണർ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. നമുക്ക് ദേവേന്ദ്രൻ്റെ ഭാര്യ സജി ദേവിയെ എന്ന് കൊടുക്കാം. ഫീമെയിൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. തൊട്ടു താഴെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഉദാഹരണത്തിൽ നമുക്ക് 998 BC എന്ന് കൊടുക്കാം. അങ്ങനെ സജി ദേവിയുടെയും ദേവേന്ദ്രൻ്റെയും എൻട്രി ഏറെക്കുറെ ശരിയായി. ഇനിയും ബാക്കിയുള്ള കുടുംബങ്ങളെ ചേർക്കാൻ വേണ്ടി ദേവേന്ദ്രൻ്റെയോ സജി ദേവിയുടെയോ ഐക്കണിൽ ലോങ് പ്രസ് ചെയ്യുക. പിന്നീട് കുട്ടികളാണെങ്കിൽ ചൈൽഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഉദാഹരണത്തിന് ഇവിടെ ദേവേന്ദ്രൻ്റെ ആദ്യത്തെ പുത്രനായ ജയന്തൻ്റെ പേര് ചേർക്കുന്നത് കാണാം. മുൻപേ കാണിച്ചിരുന്ന പോലെ ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് ആഡ് ചെയ്യുന്നത് കാണാം. അപ്പോൾ ദേവേന്ദ്രൻ സജി ദേവി ദമ്പതികളുടെ ആദ്യത്തെ പുത്രൻ ജയന്ത് ദേവേന്ദ്രൻ റെഡിയായി. തുടർന്ന് ഇതുപോലെ മറ്റു കുട്ടികളെയും ആഡ് ചെയ്യാവുന്നതാണ്.
ഇപ്പോൾ ഈ ഉദാഹരണത്തിൽ ദേവേന്ദ്രൻ്റെ പിള്ളേർ സെറ്റ് ഏറെക്കുറെ ശരിയായി. ഇനി നമുക്ക് ദേവേന്ദ്രൻ്റെ അച്ഛനെ ആഡ് ചെയ്യാം. പണ്ടൊരു സിനിമയിൽ സായികുമാർ പറഞ്ഞതുപോലെ ദേവേന്ദ്രൻ്റെ അച്ഛൻ മുത്തുപ്പട്ടർ അല്ല കേട്ടോ. മുമ്പ് ചെയ്തതുപോലെ ദേവേന്ദ്രൻ്റെ ഐക്കണിൽ ലോങ് പ്രസ് ചെയ്ത് പാരന്റ് ആഡ് ചെയ്യുക. ഈ ഉദാഹരണത്തിൽ ദേവേന്ദ്രൻ്റെ അച്ഛനായ കശ്യപ മഹർഷിയെ ആഡ് ചെയ്യുന്നത് കാണാം. അതുപോലെ കശ്യപ മഹർഷിയുടെ ഐക്കണിൽ ലോങ് പ്രസ് ചെയ്ത് പാർട്ട്ണറെ ആഡ് ചെയ്യുക. ഉദാഹരണത്തിൽ അത് സതീദേവി ആകുന്നു. അതിഥി ദേവി ആകുന്നു. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഒരു ബേസിക് ഫാമിലി ട്രീ ഏറെക്കുറെ റെഡിയായി എന്ന് പറയാം. പിന്നീട് മുന്നേ കാണിച്ചിരിക്കുന്നത് പോലെ ആവശ്യാനുസരണം ആളുകളെ ആഡ് ചെയ്തു പോകാം. അടുത്തത് ബാക്ക് ബട്ടൺ ഞെക്കിയാൽ മെയിൻ മെനുവിൽ എത്തുന്നത് കാണാം. ഫാമിലി ട്രീയുടെ ഉള്ളിൽ വലതുവശത്തെ മുകളിൽ ഉള്ള 3 കുത്തുകൾ ക്ലിക്ക് ചെയ്താൽ സെറ്റിംഗ് മെനു കാണാവുന്നതാണ്. സെറ്റിംഗ് മെനുവിൽ ഈ കാണുന്നത് പോലെ പല ഓപ്ഷനുകളും തിരഞ്ഞെടുക്കാവുന്നതാണ്. അതായത് പൂർവികരുടെ തലമുറകളും പിന്മുറക്കാരുടെ തലമുറകളും അതുപോലെ അമ്മാവൻ ഇല്ലെങ്കിൽ ചിറ്റപ്പന്മാരുടെ തലമുറകളൊക്കെയും എണ്ണം ഡിസ്പ്ലേ ചെയ്യുന്ന ഓപ്ഷൻസ് കാണാവുന്നതാണ്. അടുത്തതായി ഇപ്പോൾ ഉണ്ടാക്കിയ ഫാമിലി ട്രീ എങ്ങനെ PDF ആയി എക്സ്പോർട്ട് ചെയ്യാം എന്നതാണ് കാണിക്കുന്നത്. മുൻപേ കാണിച്ചതുപോലെ ഫാമിലി ട്രീയുടെ ഉള്ളിൽ 3 കുത്തുകളിൽ ഞെക്കി മെനു എടുക്കുക. എന്നിട്ട് എക്സ്പോർട്ട് PDF എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. പിന്നീട് ആവശ്യാനുസരണം ഫയലിൻ്റെ പേര് കൊടുത്ത് വേണ്ട സ്ഥലത്ത് ആ ഫയൽ സേവ് ചെയ്യാവുന്നതാണ്. ഇനി ആ എക്സ്പോർട്ട് ചെയ്ത PDF ഫയൽ എങ്ങനെ തുറക്കാം എന്നത് കാണാം. ആൻഡ്രോയിഡ് ഫോണിലെ ഫയൽസ് ആപ്പ് പോലെ ഉള്ള ആപ്പ് ഉപയോഗിച്ച് സേവ് ചെയ്ത ലൊക്കേഷനിൽ നിന്ന് PDF ഫയൽ തുറക്കാവുന്നതാണ്. അടുത്തതായി ഫാമിലി ഉണ്ടാക്കിക്കഴിഞ്ഞ് ഷെയർ ചെയ്യാൻ വേണ്ട ഒരു വളരെ പ്രധാനമായ സ്റ്റെപ്പ് കാണിച്ചു തരുന്നതാണ്. ഈ സ്റ്റെപ്പിൽ കാണിക്കാൻ പോകുന്ന ഒരു ZCOM ഫയൽ എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാമെന്നതാണ്. ZCOM എന്നത് ഫാമിലി ട്രീയുടെ ഒരു അടിസ്ഥാനമായ ഡേറ്റാബേസ് സംവിധാനമാണ്. അത് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആപ്പിൻ്റെ ഹോം സ്ക്രീനിൽ ചെന്ന് എക്സ്പോർട്ട് ചെയ്യേണ്ട ഫാമിലി ട്രീയുടെ വലതുവശത്തുള്ള 3 കുത്തുകളിൽ ഞെക്കി മെനു തുറക്കുക. അനുയോജ്യമായ ഒരു പേര് കൊടുത്ത് വേണ്ട ലൊക്കേഷനിൽ സേവ് ചെയ്യുക. ഇനിയും ഒരു ZCOM ഫയലിനെ എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാം എന്ന് നോക്കാം. അതായത് ZCOM ഫയലിനെ എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാം എന്ന്. ZCOM ഫയലുകൾ വാട്സാപ്പ് വഴിയോ ഇമെയിൽ വഴിയോ SMS വഴിയോ ഒക്കെ അയക്കാവുന്നതാണ്. ഈ ഉദാഹരണത്തിൽ ഇപ്പോൾ ഉണ്ടാക്കിയ ഫാമിലി ട്രീ ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. ഒരു ZCOM ഫയൽ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഫാമിലി ജെം ആപ്പിൻ്റെ മെയിൻ മെനുവിൽ നിന്നും പ്ലസ് സിമ്പൽ അമർത്തുക. എന്നിട്ട് ഇമ്പോർട്ട് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ZCOM ഫയൽ തിരഞ്ഞ് ഇമ്പോർട്ട് ചെയ്യുക. ഈ ഘട്ടത്തിൽ ഇമ്പോർട്ട് ചെയ്ത ZCOM ഫയൽ ഒരു പുതിയ ഫാമിലി ട്രീ ആയി മാറുന്നു. ഈ ട്യൂട്ടോറിയൽ ഇവിടെ അവസാനിക്കുന്നു. എന്തെങ്കിലും ചോദ്യങ്ങളോ കമൻറ്റുകളോ ഉണ്ടെങ്കിൽ താഴെ കൊടുക്കുമല്ലോ.